കണ്ണൂരിലെ പടനായകൻ, അണികളുടെ ഗർജിക്കുന്ന സിംഹം, ഇങ്ങനെയാണ് സുധാകരനെ കുറിച്ച് പൊതുവെ എല്ലാവരും പറയുന്നത്. ആ സുധാകരനെ ചതിച്ചത് കൂടെയുള്ളവരാണ് എന്നറിഞ്ഞപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയതെന്നാണ് സുധാകരൻ ഈ അടുത്ത കാലത്ത് പാർട്ടി ഒരു പ്രതിസന്ധി ഘട്ടത്തിലാക്കി നിർത്തിയതിനു ശേഷം പറഞ്ഞത്. സുധാകരൻ മത്സരിക്കണമെന്നുള്ള മാരത്തോൺ ചർച്ചകൾ നടന്നു. ഒടുവിൽ പാർട്ടിക്ക് വിധേയത്വപ്പെട്ട് സുധാകരൻ മടങ്ങി എന്നുള്ള വാർത്തകൾ മുഴുവൻ നമ്മൾ കേട്ടതും കണ്ടതുമാണ്. ഇപ്പോ സണ്ണി ജോസഫ് സുധാകരനെ ചതിച്ചിരിക്കുന്നു. അതിന്റെ വിവരങ്ങളാണ് ഞങ്ങളിതാ പുറത്തുവിടുന്നത്. യഥാർത്ഥത്തിൽ സുധാകരൻ വളർത്തിക്കൊണ്ടുവന്ന, സുധാകരൻ KPCC പ്രസിഡന്റ് ആക്കണമെന്ന് പറഞ്ഞ സണ്ണി ജോസഫ് സുധാകരനെ ചതിച്ചോ? അതെ, ഇപ്പൊ KPCC പ്രസിഡന്റ് ആയിട്ടുള്ള സണ്ണി ജോസഫ് AICC നേതൃത്വത്തിന് അയച്ച ഒരു കത്താണ് ഇപ്പോൾ ABC പുറത്തേക്ക് വിടുന്നത്. ഈ കത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, സുധാകരന് ഒരു കാരണവശാലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അസംബ്ലി സീറ്റ് നൽകാൻ പാടില്ല. പകരം അവിടെ ഈ സീറ്റ് കൊടുക്കാൻ TO മോഹനാണ്. ഇത് KPCC പ്രസിഡന്റ് ഒറ്റയ്ക്കെടുത്ത തീരുമാനമാണോ? അല്ല. ഇവിടെയാണ് നമ്മൾ ഇതിന്റെ ചതി മനസ്സിലാക്കേണ്ടത്. അതായത് VD സതീശൻ ഉൾപ്പെടെ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർക്ക് താല്പര്യം ഒരു കാരണവശാലും സുധാകരൻ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് ഉണ്ടാകാൻ പാടില്ല. അതിനനുസരിച്ച് അവർ തന്ത്രങ്ങൾ നീക്കുകയും വളരെ കൃത്യമായിട്ട് സുധാകരനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുകയും ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്? വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് പ്രവർത്തിക്കണമെങ്കിൽ ഫണ്ട് വേണം. ഈ ഫണ്ട് എവിടെ നിന്ന് ലഭിക്കും? പല ആളുകളും കൊടുക്കും, പലയിടത്തുനിന്നും പിരിക്കാൻ പറ്റും. എന്തിന്? കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് പോലും പണം വരും. സുധാകരനെ പോലെ ഒരു നേതാവാണ് KPCC പ്രസിഡന്റായിട്ട് ഇരിക്കുന്നതെങ്കിൽ ആ പണം ചെലവഴിക്കുന്നതിനൊക്കെ കൃത്യമായിട്ട് കണക്കുണ്ടാകണം. ആ പണം എന്തിനൊക്കെ ചെലവഴിക്കുന്നു എന്നത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടാകും. ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ വളരെ കൃത്യമായിട്ട് KC വേണുഗോപാൽ ഇടപെടുകയും സുധാകരനെ ആ പദവിയിൽ നിന്ന് മാറ്റുകയും ചെയ്തു. പകരം സണ്ണി ജോസഫിനെ കൊണ്ടുവന്ന് അവരോധിക്കുന്നു. അതുവരെ അങ്ങനെ ഒരാൾ കേരളത്തിലെ കോൺഗ്രസിന്റെ തലപ്പത്ത് വന്ന് എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട് നമ്മൾ കണ്ടിട്ടില്ല, അതുപോലും അറിയത്തില്ല. എന്നിട്ടും വന്നില്ലേ? അതിനുശേഷം അപ്പോൾ സുധാകരൻ ഇടഞ്ഞു. പക്ഷെ പറഞ്ഞു, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് സീറ്റ് നൽകാമെന്ന്. അതോടുകൂടി സുധാകരൻ ഒന്നായഞ്ഞു. ശരി, സുധാകരന് നിയമസഭയിലേക്ക് മത്സരിക്കാൻ പറ്റുമല്ലോ. ഇവിടെ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? മാർച്ച് മാസം പകുതിയോടുകൂടി AICC നേതൃത്വത്തിന് കൃത്യമായി പറഞ്ഞാൽ ഖാർഗെക്ക് അയച്ച കത്തിൽ പറയുന്നുണ്ട്, ഒരു കാരണവശാലും സുധാകരനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ അനുവദിക്കരുത്. ഈ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ആ നേതൃത്വം താഴെ തട്ടിലുള്ള പ്രവർത്തകരുടെ വികാരം മനസ്സിലാക്കണം. ഞങ്ങൾ ഗ്രാസ് റൂട്ട് ലെവലിൽ ഇതേക്കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചു. അന്ന് മനസ്സിലായത് TO മോഹൻദാസ് എന്ന് പറയുന്ന മോഹനൻ എന്ന് പറയുന്ന ആളാണ് ഈ സ്ഥാനാർത്ഥിയാകാൻ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ആൾ. അതായത് കണ്ണൂർ നിയമസഭയിലേക്ക് മത്സരിക്കേണ്ടത്, കണ്ണൂർ മണ്ഡലത്തെ പ്രതിനിധീകരിക്കേണ്ടത് ഈ TO മോഹനാണ്. അപ്പോൾ സുധാകരന് സീറ്റ് കൊടുക്കരുതെന്ന് കൃത്യമായ അജണ്ടയുണ്ട്. ആദ്യം KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുന്നു, പിന്നീട് നിയമസഭയിലേക്ക് മത്സരിക്കാൻ അവസരം കൊടുക്കരുതെന്ന് പറയുന്നു. ഇവിടെ മറ്റൊരു അജണ്ട കൂടിയുണ്ട്. കോൺഗ്രസ് എല്ലായ്പ്പോഴും ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഈഴവ സമുദായത്തിൽപ്പെട്ട ആളുകളെ നിയമസഭയിലേക്കോ ലോക്സഭയിലേക്കോ മത്സരിക്കാനായിട്ട് പരിഗണിക്കുന്നില്ല. ഇവിടെ ഇപ്പോൾ ഈ സണ്ണി ജോസഫ് എഴുതിയ കത്തിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി, സുധാകരൻ നിയമസഭയിലേക്ക് മത്സരിച്ചാൽ അവിടെ നിന്ന് ജയിച്ചു കയറും. അങ്ങനെ ജയിച്ചു കയറുകയും UDF ഇവിടെ മന്ത്രിസഭ ഉണ്ടാക്കുകയും ചെയ്താൽ നിർണായകമായ ഒരു പോസ്റ്റിലേക്ക് സുധാകരനെ പരിഗണിക്കണം. കാരണം R ശങ്കറിന് ശേഷം ഇന്ന് വരെ ഒരു കോൺഗ്രസിൽ ഈഴവ മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല. LDFിന്റെ കാര്യം എടുത്ത് നോക്കുക, അവർ VS അച്യുതാനന്ദനെ അതുപോലെ പിണറായി വിജയനെയൊക്കെ പരിഗണിച്ചു. പക്ഷേ ഇവരങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ രണ്ടുണ്ട് അജണ്ട. KC വേണുഗോപാലിനെയും VD സതീശനെയും പോലെയുള്ളവർക്ക് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് വലിയ തോതിൽ പണം പിരിക്കണം. ഇനി എങ്ങാനും ജയിച്ചു കയറിയാൽ ഒരു കാരണവശാലും സുധാകരൻ കീ പോസ്റ്റിലേക്ക് വരരുത്. അതുകൊണ്ടാണ് ഈ കത്ത് അയച്ചിരിക്കുന്നത്. കത്തിന്റെ തീയതി വരെ ഇതിനകത്തോണ്ട് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമല്ലേ ഇത് ശരിക്കും? തീർച്ചയായിട്ടും ഇത് വളരെ ദീർഘകാലമായിട്ട് ആലോചിച്ച് പ്ലാൻ ചെയ്ത വല്ലാത്ത ഒരു ട്രാപ്പാണ്. നമ്മൾ പലവട്ടം ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അതിനകത്ത് ഈ കത്തുൾപ്പെടെ തെളിവ് സഹിതം നമുക്ക് കിട്ടിയോണ്ടാണ് നമ്മൾ വിളിക്കൊണ്ടത്. അത് സുധാകരനെ ശരിക്കും പറഞ്ഞാൽ സുധാകരൻ മരിച്ചില്ലേ? നമ്മൾ ഇതിനു ശേഷം സുധാകരൻ പിക്ചറിലേക്ക് അയാൾക്ക് പറ്റിയ സുധാകരൻ പറയുന്ന ആളിനെ നമ്മൾ പഠിക്കുമ്പോൾ ഒരു ജീവിതം കാലം മൊത്തവും ഒരു പാർട്ടി ഇല്ലാത്തടത്ത് പാർട്ടി ഉണ്ടാക്കുന്നതിന് വേണ്ടി മരണത്തോട് മുഖാമുഖം കണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴും ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്നത്. ഇപ്പോഴും CPM-ന് സുധാകരനോടുള്ള കലിപ്പ് യാതൊരു കുറവുമില്ല. കാരണം അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഇടത്ത് അവരുടെ ഇടം അല്ലാതെ ആക്കുകയും അവരുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ ഉൾപ്പെടെ ഇല്ലായ്മ ചെയ്യുന്നതിനും അവരുടെ ഈ നിഗൂഢമായ അജണ്ടകളൊക്കെ പുറത്ത് പൊളിച്ചു കാണിക്കുകയും ചെയ്യുന്നതിന് ഏറ്റവും മിടുക്കനായിരുന്നല്ലോ സുധാകരൻ. CPM-ന്റെ സ്വഭാവം അറിയാമല്ലോ. അവരെ പൊളിക്കാൻ നിൽക്കുന്നതും അല്ലെ അവരെ ഇല്ലായ്മ ചെയ്യാൻ നിൽക്കുന്നവരും അവർ ഫിനിഷ് ചെയ്ത് കളയും. അപ്പൊ അത് ഒരു പരിധി വരെ നടക്കാതിരുന്നിട്ടുള്ള സുധാകരൻ്റെ അടുത്താണ്. അത് ആർക്ക് വേണ്ടി ചെയ്തതാണ്? സുധാകരൻ സ്വന്തം താല്പര്യത്തിന് വേണ്ടിയല്ല,
കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് വേണ്ടിയാണ് ചെയ്തത്. അതിനകത്തൂടെ കോൺഗ്രസിനെ നേതാവായി അദ്ദേഹം വരികയും അദ്ദേഹത്തെ നമ്മൾ ഇപ്പോഴത്തെ ഏറ്റവും അവസാനത്തിൽ ഇത് വെച്ച് പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തെ പരിഗണിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്നപ്പോൾ പലയിടത്തും അങ്ങ് പരിഗണിച്ചു എന്ന് വേണം കരുതാം. MLA ആയിരുന്നു നമ്മൾ പറയുന്നുണ്ട്. KC വേണുഗോപാൽ MLA ആയതുകൊണ്ട് പോലെയാണോ സുധാകരൻ MLA ആയത്? KC വേണുഗോപാൽ കരുണാകരന്റെ തിട്ടൂരത്തിനനുസരിച്ച് വന്നു, താല്പര്യത്തിനനുസരിച്ച് വന്നു, പലരും വന്നതുപോലെ. കണ്ണൂരിൽ നിന്ന് അന്ന് ഇറങ്ങിപ്പോന്നതാ, ഇതുവരെ കണ്ണൂർ ചെന്നിട്ടില്ല. എല്ലാം ഇതുപോലെ ആശ്രിത വത്സരുടെ അനുസരിച്ച് MLA ആയി, MP ആയി. ഇപ്പൊ ഏറ്റവും അവസാനം രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആളുടെ വിഡ്ഢിത്തരം കൊണ്ട് അയാളെ പുറകെ നടന്ന് വിഡ്ഢിത്തരം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അയാൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പദവിയിലിരിക്കുന്നു. അയാളെല്ലാം തീരുമാനിക്കുന്നു എല്ലായിടത്തും ഒന്നും. അല്ലാതെ കപ്പാസിറ്റി കൊണ്ട് വന്നാലല്ലോ. ഞാൻ പറയാം, അതുപോലെ തന്നെ കപ്പാസിറ്റി കൊണ്ട് വന്ന എത്ര നേതാക്കന്മാരുണ്ട്. ഇതിനകത്ത് ഈ കത്തിൽ വെറുതെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. അതായത് പാർലമെന്റ് അംഗമാണ് സുധാകരൻ. പാർലമെന്റ് അംഗമായ സുധാകരൻ നിയമസഭയിലേക്ക് മത്സരിച്ചാൽ മറ്റ് പാർലമെന്റ് അംഗങ്ങൾക്കും ഈ പ്രിവിലേജ് കൊടുക്കേണ്ടി വരും. മാത്രവുമല്ല, അതിലൂടെ നിയമസഭാ അംഗങ്ങളുടെ എണ്ണത്തിലും പാർലമെന്റിലെ അംഗങ്ങളുടെ എണ്ണത്തിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. കാരണം പിന്നീട് ഉപതെരഞ്ഞെടുപ്പൊക്കെ വരണമല്ലോ. അതുകൊണ്ട് സുധാകരനെ മത്സരിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നു. നിങ്ങളുടെ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമാണ്. താഴെ തട്ടിലുള്ള പ്രവർത്തകരുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ഇത്തരത്തിൽ അനുകൂലമായ ഒരു തീരുമാനമെടുക്കണം. ഇവിടെ സുധാകരനെ വെട്ടിയൊതുക്കുക എന്ന് പറയുന്നത് സണ്ണി ജോസഫിന്റെ അജണ്ടയായിട്ട് ഇപ്പോൾ സണ്ണി ജോസഫ് ക്രൂശിക്കപ്പെട്ടേക്കാം. പക്ഷേ KPCC പ്രസിഡന്റ് അങ്ങനെ ഒരു കത്ത് എഴുതണമെങ്കിൽ VD സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് അറിയാതെയോ KC വേണുഗോപാൽ എന്ന് പറയുന്ന ACCയിലെ ഒരു മികച്ച എന്താ പറയുന്നത് ഒരു മുതിർന്ന നേതാവ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലെ, അവരും അറിയാതെ ഈ കാര്യം നടക്കുമോ? അപ്പോൾ ഫണ്ട് പിരിവ് വേണം. ഒരു കാരണവശാലും മന്ത്രിസഭയെ ഉണ്ടാക്കുകയാണെങ്കിൽ സുധാകരൻ വരരുത്. ആത്യന്തികമായിട്ട് ഈഴവ സമുദായത്തിൽ ഇനി ഇങ്ങനെ ഒരു നേതാവ് ഉയർന്നു വരണ്ട. അതിനകത്ത് തീരുമാനമുണ്ട്. തീരുമാനമുണ്ടെന്ന് പറഞ്ഞാൽ ഇയാള് ശുദ്ധഗതിക്കാരനാണ്. ഇയാളെ കണ്ടിട്ടില്ല, ഇയാള് വളർന്നു വന്ന ആള്. ഇയാൾക്ക് ആരെയും ഭയമില്ല. അയാൾ വിചാരിച്ചിരുന്നു എനിക്കൊരു തട്ടവുമുണ്ട്, ഞാൻ എന്തിനു ഭയക്കണം, എന്റെ കൂടെ ആളുണ്ട്. അതനുസരിച്ച് അവിടെ നിന്നു. അയാളെ KPCC പ്രസിഡന്റ് ആക്കുന്നത് വളരെ നേരത്തെ ആക്കേണ്ടതാ. അവസാനം കൊണ്ടുവന്ന് നിവർത്തികേട് കൊണ്ടാക്കി. ആ സമയത്ത് തൊട്ട് അയാൾക്ക് അയാളുടേതായ സ്പേസ് ഉണ്ട്, അയാൾക്ക് അയാളുടേതായ രീതി ഉണ്ട്, അയാൾക്ക് അയാളുടേതായ അഭിപ്രായമുണ്ട്. അതനുസരിച്ച് മുന്നോട്ട് പോകും. പലരുടെയും തിട്ടൂരങ്ങൾ നടക്കാതെ വന്നു. അപ്പോൾ ഇയാളെ കൃത്യമായിട്ട് ചതിച്ചുകൊണ്ടിരുന്നു. ഒന്ന് ലോക്സഭ തെരഞ്ഞെടുപ്പ് ഒന്ന് പറഞ്ഞു, കണ്ണൂർ ജയിക്കണം, ഇദ്ദേഹം വേണം കേട്ടോ. അന്നേരം പറഞ്ഞു ഞാൻ മത്സരിക്കുന്നില്ല, എനിക്ക് കേരള രാഷ്ട്രീയമാണ് താല്പര്യം. മാത്രമല്ല KPCC പ്രസിഡന്റ് മത്സരിക്കുന്ന പാരമ്പര്യമുണ്ട്. ഞാൻ ഈ കേരളം മൊത്തം നടന്ന് ബാക്കിയുള്ളവർ ജയിപ്പിക്കേണ്ട ആളല്ലേ, അതല്ല മത്സരിച്ചേ മതിയാവും. ACC തീരുമാനം ഉണ്ടാക്കി. അത് വളരെ ദീർഘമായിട്ട് എടുത്താണ്. അപ്പം MP മാരെ മത്സരിപ്പിക്കുന്നുണ്ടല്ലോ, അയാൾ മത്സരിപ്പിച്ചു. അന്ന് പറഞ്ഞു ഞാൻ MP ആയിട്ട് മത്സരിച്ചാൽ എനിക്ക് 2026 ഇവിടെ മത്സരിക്കണമെന്ന് താല്പര്യമുണ്ട്. ആ കുഴപ്പമില്ല, ഇദ്ദേഹത്തിന് മാറ്റിത്തരാം എന്ന് അയാളെ തെറ്റിദ്ധരിപ്പിച്ചു. അതിന് ഇങ്ങോട്ട് വരുമ്പോൾ പിന്നെ നോക്കിയെന്തോ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അയാൾ ഇരുന്നാൽ അയാളാണല്ലോ തീരുമാനിക്കുന്നത് ആര് മത്സരിക്കണം. അതെ, ഓർമ്മക്കുറവുണ്ട്, പ്രശ്നമുണ്ട്, ആര് മത്സരിക്കണം. അപ്പോൾ വളരെ വിദഗ്ധമായിട്ട് അതിനു മുമ്പേ KPCC പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് ഇദ്ദേഹത്തെ മാറ്റുന്നതിന് വേണ്ടി വളരെ തന്ത്രപരമായിട്ട് ഇവിടെ വിഷയങ്ങളുണ്ട്. ഇയാളെ വെച്ച് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അത് KC വേണുഗോപാലിന്റെ അജണ്ടയാണെങ്കിലും അത് സതീശിനെ കൊണ്ട് എടുപ്പിച്ചു. അപ്പൊ അവര് തമ്മിലുള്ള ബന്ധം അത് ആദ്യമൊക്കെ സതീശിന് മനസ്സിലായിട്ടില്ലെന്നേ ഉള്ളൂ. സതീശിന്റെ അടുത്ത് ആദ്യം ബോധ്യപ്പെടുത്തി, നിങ്ങൾ പ്രതിപക്ഷ നേതാവാണ്, നിങ്ങൾ എത്ര വലിയ പ്രതിപക്ഷ നേതാവാണെന്ന് പറഞ്ഞാലും സുധാകരനെ പോലെ ഒരാൾ KPCC പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പോൾ ഭരണം വരുന്ന ഒരു അവസ്ഥ വന്നാൽ സുധാകരനെ പരിഗണിച്ചിട്ടേ പരിഗണിക്കൂ. കാരണം സുധാകരന് മുമ്പിലൊന്നും സതീശൻ ഒന്നുമല്ല. സുധാകരന് മാത്രമല്ല ഒരു പ്രമുഖമായ സമുദായത്തിന്റെ ആർശങ്കറിന് ശേഷം വയലാർ പോലും ഇല്ല, ആരുമില്ല. എന്നാ എന്ത് മുഖ്യമന്ത്രി ക്ലെയിം ഉന്നയിക്കാം. ആ ക്ലെയിം വന്നാൽ അതിന്റെ പോയി പിടിച്ചേക്കാൻ പറ്റത്തില്ല. സതീശൻ കച്ചയും കിട്ടി ഇറങ്ങി സുധാകരനെ ഒതുക്കി അല്ലെങ്കിൽ കൈ കൊടുത്തു. അന്നേരം സുധാകരനെ അവിടെ വെച്ച് ഇയാള് ശുദ്ധീകരിക്കാൻ വളഞ്ഞ ബുദ്ധി കുറവായി സുധാകരൻ. അപ്പൊ അവിടെ പറഞ്ഞു നമുക്ക് ഇപ്രാവശ്യം സമുദായിക ഐക്യം അല്ലെങ്കിൽ സമുദായ സന്തുലനാവസ്ഥ. അപ്പൊ എന്ത് വേണം? അത് ഒരു ക്രിസ്ത്യാനി വേണം. ക്രിസ്ത്യാനി ബെന്നി ബെഹനാൻ ഉൾപ്പെടെ ഇതിനകത്ത് പ്രമുഖരായിട്ടുള്ള ക്രിസ്ത്യൻ നേതാക്കന്മാർ കിടക്കുക. ഈ സണ്ണി ജോസഫ് എന്ന് പറഞ്ഞ സണ്ണി ജോസഫിനും അറിയാം, നിയമമണ്ഡലത്തിലെ പെണ്ണുമ്പിളയ്ക്കും അറിയാം, വേറെ പലർക്കും അറിയാം, വേറെ ആർക്കും അറിയത്തില്ല. എനിക്ക് ഇന്ന് വരെ കണ്ടില്ല. ഇതിനെക്കാട്ടി പ്രമുഖനായിരുന്നു പത്തനംതിട്ട MP എല്ലാവർക്കും അറിയാം. അന്നോണി നേരത്തെ ഈ കോട്ടയംകാരനായിരുന്നു. ഈ സണ്ണി ജോസഫിനെ അപ്പൊ കണ്ണൂക്കാരനാണല്ലോ സണ്ണി ജോസഫ്. ഇയാൾ ആനുകൂല്യം കൊണ്ട് ജയിച്ചു വരുന്ന ആളാ. സണ്ണി ജോസഫിന് ഇദ്ദേഹത്തിന്റെ കാര്യമില്ലാതെ കണ്ണൂരിക്കാൻ പറ്റില്ല. ഇറങ്ങടാ സണ്ണി എന്ന് പറഞ്ഞാൽ ഇറങ്ങി വെക്കൂ. അത് സുധാകരനെ ആ പവർ അറിയാം. അപ്പൊ പറഞ്ഞു സുധാകരൻ്റെ അടുത്ത് ആരുടെ സണ്ണിയെ ഇവർ കൈക്കലാക്കി. സണ്ണിയുടെ അടുത്ത് KC വേണുഗോപാൽ പറഞ്ഞു സണ്ണി ജോസഫിന്റെ പേര് സുധാകരൻ പറഞ്ഞിട്ടുണ്ട്,
ഞാൻ വിചാരിച്ച ആര് KPCC പ്രസിഡന്റ് ആണോ ഞാൻ തീരുമാനിക്കും. ബെന്നി ബെഹനാൻ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കന്മാരൊക്കെ ഉണ്ട്, അവരുടെ സഭയ്ക്ക് താല്പര്യമുള്ളവരും അല്ലെങ്കിൽ വെളിയിലോട്ട് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നവരും അംഗീകരിക്കാവുന്നവരുടെ ക്രിസ്ത്യൻ നേതാക്കന്മാരുണ്ട്. ഇയാളെ ആക്കാം. പക്ഷെ ഒരു കാര്യം, ഇയാളെ ആക്കുമ്പോൾ ഇയാൾ നമ്മുടെ ഭാഗമായിരിക്കണം, ഞാൻ പറയുന്നതായിരിക്കണം, വെളിയിൽ അറിയണ്ട. എൻ്റെ അജണ്ടകൾ പാസ്സാക്കുന്ന ഒരു KPCC പ്രസിഡന്റായിട്ട് ഇരിക്കാമെങ്കിൽ സണ്ണി ജോസഫിനെ KPCC പ്രസിഡന്റ് ആക്കാമെന്ന് പറയുകയും സുധാകരനെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു. കേട്ടോ, ആന്റോണി ഉൾപ്പെടെ ബെന്നി ബെഹനാൻ ഉൾപ്പെടെ ഉള്ളവർ വന്നു, നിങ്ങളെ മാറ്റുന്നെങ്കിലും നിങ്ങൾ പറയുന്ന അനുസരിച്ച് നിൽക്കുന്ന ഒരാളിനെയാണ് KPCC പ്രസിഡന്റ് ആക്കി. സുധാകരൻ അതും വിശ്വസിച്ചു. അന്ന് തൊട്ട് സുധാകരന്റെ കീഴിലിരുന്നിട്ട് സുധാകരൻ ആലോചിക്കുന്ന കാര്യങ്ങൾ മൊത്തവും അല്ലെങ്കിൽ ഇയാളോട് ആലോചിച്ച് ചെയ്യുന്ന അവസ്ഥ വന്നപ്പോൾ അത് മൊത്തം KC വേണുഗോപാലിന്റെ അടുത്ത് കൊണ്ട് കൊടുത്തു. KC വേണുഗോപാൽ അറിയാമല്ലോ, അവരെല്ലാം വിചാരിച്ചിരിക്കുന്നത് 2026 ഈ 3 ദിവസം കഴിയുമ്പോൾ ഇലക്ഷൻ വരുമ്പോൾ ഇവിടെ UDF അധികാരത്തിൽ വരും, വരുമോ വരാതിരിക്കും, അത് മനസ്സിലായി. അപ്പോൾ അധികാരത്തിൽ വരുന്നതിന് വേണ്ടി അതിനുള്ള പണിയെല്ലാം ചെയ്തു വെച്ചിരിക്കുന്ന ആളാ. അല്ലെങ്കിൽ അതിനകത്ത് ഇവിടെ ഇടപെടുന്ന, ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന, ഇവിടെ എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് വിചാരിക്കുന്ന, ഈ ഫണ്ട് മൊത്തം കൈകാര്യം ചെയ്യുന്ന ACC ഫണ്ട് വരുന്നതിനകത്ത് ACCക്കകത്തൊക്കെയുള്ള ബന്ധമുണ്ട്, കൃത്യമായ ഫണ്ടുണ്ട്, ACCയുടെ വിഹിതമുണ്ട്. ആ വിഹിതം KPCC പ്രസിഡന്റ് മുമ്പേ സിനു പറഞ്ഞതുപോലെ സുധാകരൻ ഇരിക്കുവാണെങ്കിലേ എത്ര ഉണ്ടോ ACCയുടെ ഫണ്ട്? 500 കോടി ഉണ്ട്. ഇങ്ങോട്ടുണ്ട് ചേട്ടാ, വീതിച്ചാട്ട് ഇവിടെ കേരളത്തിൽ KPCC പ്രസിഡന്റ് ആണെങ്കിൽ KPCC പ്രസിഡന്റ് അവിടെ കുത്തിയിരിക്കും. കാരണം ഇവിടെ കേരളത്തിൽ മൊത്തമുള്ള ഇലക്ഷൻ നടക്കുക, ഓരോ മുതലാളിമാരെയും സുധാകരൻ അങ്ങോട്ട് വിളിക്കും. സുധാകരൻ വിളിക്കുമ്പോൾ ഹലോ ഇത്ര അത് KC വേണുഗോപാൽ ഒന്ന് മേടിച്ചോണ്ട് വന്നെ, അവിടെ നിൽക്കത്തില്ലേ പണി. KC വിളിച്ചായിരുന്നു, KC ഇത്ര കോടി രൂപ മേടിച്ചായിരുന്നു, അല്ലെ രമേശ് ചെന്നിത്തല മേടിച്ചായിരുന്നു, സുധാകരൻ എവിടെ നിർത്തും, എവിടെ അഞ്ഞുകൊണ്ട് വിടും, ആര് പറഞ്ഞിട്ടു? അപ്പൊ പറഞ്ഞ് ഇത് പറ്റത്തില്ല. അപ്പൊ കോടികളുടെ കളി അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ഒരു കാര്യങ്ങൾ ഉരുത്തിരിക്കുന്നതിനും ഉണ്ടാക്കുന്നതിനും ഒക്കെ വേണ്ടി ഒരു പ്രമുഖ നേതാവിനെ ശരിക്കും പറഞ്ഞാൽ ഇല്ലായ്മ. അതായത് ഒരു അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. അയാൾക്ക് CPM-നകത്ത് പോകാൻ പറ്റത്തില്ല, അയാളെ CPM-നകത്ത് എടുക്കത്തില്ല. ഒരേ കോളേജിൽ പഠിച്ച ഞാനും പിണറായി ഇന്ന് വരെ എടുക്കത്തില്ല. അതുപോലെ CPM-നോട് എതിരെ നിന്ന് അയാൾക്ക് വേറെ പാർട്ടിക്ക് അത് മറക്കത്തില്ല. ബാക്കി പലർക്കും BJP-ക്ക് അത് പോയാൽ അയാൾക്ക് ഇനിയും എത്ര കാലം, ഇപ്പൊ തന്നെ എത്ര വയസ്സായി, അതിനകത്ത് പോയിട്ട് അദ്ദേഹത്തിന്റെ പ്രാഗൽഭ്യം അനുസരിച്ച് പഴയതുപോലെ ആരോഗ്യത്തോടു കൂടി നിന്ന് ആ പാർട്ടിക്കകത്തോട് വന്നിരുന്ന അവർ ചിലപ്പോൾ ആക്കുമായിരിക്കും, എന്നാലും അദ്ദേഹത്തിന്റെ അഭിമാനം അതിനെ അനുവദിക്കുന്നില്ല. അപ്പോൾ ഒരു മനുഷ്യനെ അയാൾ അങ്ങോട്ട് പോയപ്പോൾ വലിയ ആർജവത്തോട് തിരിച്ചു വന്ന ഒരു അവസ്ഥ കണ്ടു. അയാൾ മത്സരിക്കാൻ സീറ്റിലെന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട് ഒരു തീർന്ന ഒരവസ്ഥയിൽ, അതായത് അന്നോടുകൂടി സുധാകരൻ എന്ന് പറയുന്ന ആൾ ശരിക്കും പറഞ്ഞാൽ ജീവനുണ്ട്, ശാസ്ത്രീയമായിട്ട് മരിച്ചുപോയി എന്ന് തന്നെ വിചാരിക്കേണ്ടി വരും. തീർന്നു പോയി. ഈ ഇലക്ഷൻ സമയത്തൊന്നും അയാളുടെ ഒരു ചിത്രമോ അയാളുടെ ഒരു പ്രസ്താവനയോ അയാളുടെ ഒരു ഇടപെടിയിലോ എങ്ങും ഉണ്ടാകുന്ന ഒരവസ്ഥയില്ല. അതായത് അദ്ദേഹം സ്വയം തീരുമാനിച്ചു, എനിക്ക് ഇനി ഒരു അംഗമില്ല, അല്ലെങ്കിൽ എന്നെ ഇവർ തീർത്തിരിക്കുന്നു എന്ന രീതി. പക്ഷേ സുധാകരൻ ഇപ്പൊ ഈ കത്ത് കാണുമ്പോൾ ഇപ്പൊ MP വരെ റീ അലോക്കേറ്റ് ചെയ്യുന്നത് സംബന്ധിച്ച് നിർണായകമായ ഒരു തീരുമാനം കേന്ദ്ര നേതൃത്വം എടുക്കണം എന്ന് വെച്ചാൽ AICC നേതൃത്വം എടുക്കണം എന്ന് പറഞ്ഞാൽ AICC നേതൃത്വത്തിൽ തീരുമാനം എടുക്കുന്ന ഖാർഗെ അല്ലല്ലോ, ഇവിടെ എടുക്കുന്നത് രാഹുൽ ഗാന്ധി അല്ലേ. രാഹുൽ ഗാന്ധിയുടെ തൊട്ടുപുറയിൽ നിഴൽ പോലെ ആരുണ്ട്? KC വേണുഗോപാലുണ്ട്. അപ്പൊ ഇയാള് ഈ നിർദ്ദേശം അവിടെ സമർപ്പിക്കുന്നു. എന്നിട്ട് പറയുന്നത് എന്താ, പാർട്ടി ഒരു സ്ട്രാറ്റജിക് ഡിസിഷൻ എടുക്കണം. സ്ട്രാറ്റജിക് ഡിസിഷൻ എടുക്കുമ്പോൾ രാഹുൽ ഗാന്ധി എന്തോ കേരളത്തിലെ കാര്യം തീരുമാനം എടുക്കുന്നത്, KC വേണുഗോപാൽ തീരുമാനം എടുക്കും. എന്നിട്ട് രാഹുൽ ഗാന്ധി അതിന്റെ മേളിൽ ഒപ്പിടും. എന്നിട്ട് ഖാർഗെ അത് പറയും. അപ്പൊ വളരെ കൃത്യമായിട്ട് ഇത്തരത്തിലൊരു കത്ത് അയച്ചുകൊണ്ട് സുധാകരനെ ചതിച്ചു എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനുള്ളിൽ വലിയ പൊട്ടിത്തെറിക്ക് ഇത് കാരണമാകത്തില്ലേ? കോൺഗ്രസിനുള്ളിൽ വലിയ പൊട്ടിത്തെറിക്ക് ഇത് കാരണമാകത്തില്ലേ എന്ന് ചോദിച്ചാൽ ഒരു പൊട്ടിത്തെറിയുടെ ആവശ്യമില്ല, ഇതങ്ങ് തീർന്നോളൂ. മനസ്സിലായില്ല? അതിന്റെ അവസരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതായത് ഇവര് വിചാരിക്കുന്നത് ഈ 2026 ഇലക്ഷനകത്ത് തിരിച്ചു വന്ന് വീണ്ടും 5 കൊല്ലം ഭരിച്ച് അല്ലെങ്കിൽ ആ ഭരണത്തിന്റെ നിഴലിലെങ്കിലും ഈ പാർട്ടിയെ ഒരു പരിധിവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ടെന്നാണ്. പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഈ കാര്യങ്ങൾ ഒക്കെ വെളിയിൽ വരുമ്പോൾ ഒന്നാമതേ ദുർബല, പിന്നെ ഗർഭിണി എന്ന് പറഞ്ഞ പോലെ അവളുടെ ആ കോൺഗ്രസിന്റെ രീതി. നാം എത്ര സർവേ നടത്തിയാലും എൻ്റെ സിനു ഈ VD സതീശൻ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി, എന്തുകൊണ്ട് VD സതീശൻ ജയിക്കുന്നു. ആ ഒരു ഫോർമുല മാത്രം മതി അടുത്ത പ്രാവശ്യം പിണറായി വിജയൻ കേരളത്തിൽ അധികാരത്തിൽ വരുമെന്ന് വിചാരിക്കാൻ. കാരണം VD സതീശനെ തോപ്പിക്കാൻ NSSന്റെ ജനറൽ സെക്രട്ടറി, VD സതീശനെ തോപ്പിക്കാൻ ഒരു പരിധിവരെ വെള്ളാപ്പള്ളി നടേശൻ, VD സതീശനെ തോപ്പിക്കാൻ പലരും നിൽപ്പം. VD സതീശൻ അവിടെ ജയിക്കുന്നതിന്റെ കാര്യം എന്തുവാ? VD സതീശ, നിങ്ങൾ അവിടെ ചെന്ന ആൾക്കാരെ കാണുമ്പോൾ തോളെ തട്ടിട്ട് എന്തുകൊണ്ട് ഗോവാല, എന്തുകൊണ്ട് ശങ്കര, എന്തുകൊണ്ട് പാർക്കുട്ടി എന്ന് ചോദിക്കുന്നത് കൊണ്ടുള്ള ബന്ധം. ഈ ബന്ധമുള്ള 95% LDFന്റെ MLA-മാർ കേരളത്തിലുണ്ട്. അതുകൊണ്ട് എന്തോ ഗോഷ്ടി കാണിച്ചാലും അടുത്ത പ്രാവശ്യം അധികാരത്തിൽ വരാനുള്ള സാധ്യത വീണ്ടും പിണറായിക്ക് തന്നെയാണ്. സുധാകരനെ ചതിച്ചതിന് ഈ പണി
വളരെ കൃത്യമായി. ഇതിനകത്ത് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഈ ടി.ഒ. മോഹനാണ് സ്ഥാനാർത്ഥി വന്നത്. അന്ന് നമ്മൾ വിചാരിച്ചത് എന്താ, ടി.ഒ. മോഹനെ വളരെ പെട്ടെന്ന് ഇവര് കണ്ടുപിടിച്ചിട്ട് വന്നത്. അങ്ങനെയല്ല, എത്രയോ കാലമായിട്ട് മോഹനാണ് സ്ഥാനാർത്ഥിയാകാൻ പറ്റിയതെന്ന് ഈ AICC നേതൃത്വത്തിന് അയച്ച കത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് കെ സുധാകരനെ വെട്ടണം, പകരം ടി.ഒ. മോഹനെ മത്സരിപ്പിക്കണം. അപ്പൊ പെട്ടെന്നുണ്ടായ സ്ഥാനാർത്ഥി ഉദയമൊന്നും അല്ല, ഒരിക്കലുമല്ല. സുധാകര നിഗ്രഹം എന്ന് പറയുന്നത് വളരെ പാടായതുകൊണ്ട് ദീർഘമായിട്ട് ആലോചിച്ച് എടുത്ത തീരുമാനമാണ്. വളരെ പെട്ടെന്ന് സുധാകരനെ പോലെ ഒരാളെ ഒതുക്കാൻ പറ്റത്തില്ല. അത് സുധാകരൻ അറിഞ്ഞിരുന്നില്ല എന്ന് മാത്രമാണ്. അപ്പൊ കർമ്മ എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ട് എന്ന് ഈ പദ്ധതി ഉണ്ടാക്കിയവർ മനസ്സിലാക്കിയാൽ മതി. ഏതായാലും സുധാകരൻ ഇത് കാണട്ടെ, അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കട്ടെ. കാരണം അയാൾ വിശ്വസിച്ച ഒരു മൊത്തവും അയാളെ ചതിക്കുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചതെന്ന് സുധാകരന് ഇനിയെങ്കിലും മനസ്സിലാക്കി. പക്ഷെ മനസ്സിലാക്കിയപ്പോഴത്തേക്കും സമയം പോയി, അല്ലെങ്കിൽ കാലം തീർന്നു പോയി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.